എല്ലാവർക്കും നമസ്കാരം. മാർക്കറ്റ് സ്ട്രക്ചർ അനാലിസിസ് കൊണ്ട് അല്ലെങ്കിൽ അത് വെച്ചുകൊണ്ട് എങ്ങനെ ബാങ്ക് നിഫ്റ്റിയുടെയും ഇനി വരുന്ന ആഴ്ചയിലുള്ള പെർഫോമൻസ് എങ്ങനെയൊക്കെ ആകാം എന്ന് പറയുന്ന മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ബാങ്ക് നിഫ്റ്റി ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബാങ്ക് നിഫ്റ്റി മാത്രം ചാർട്ട് നോക്കിയാൽ പോരാ, ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് നോക്കണം. ബാങ്ക് നിഫ്റ്റിയുടെ പ്രധാനമായിട്ട് വെയിറ്റേജ് സ്റ്റോക്സ് ഉണ്ട്. ഏതൊക്കെയാണ്? HDFC ഉണ്ട്, ICICI ഉണ്ട്, കൊട്ടാക് ബാങ്ക് ഉണ്ട്. ഈ ബാങ്കുകളുടെയൊക്കെ ചാർട്ടുകൾ എങ്ങനെയാണ്, അവരെങ്ങനെയാണ്, ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ, ഇതൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ ബാങ്ക് നിഫ്റ്റി ചാർട്ടിൽ ഇപ്പോൾ പെർഫോമൻസ് എങ്ങനെയുണ്ട്, അതല്ലെങ്കിൽ അത് ബുള്ളിഷ് ആകുമോ ബെയറിഷ് ആകുമോ എന്നൊക്കെ നമുക്ക് പെർഫോമൻസ് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഞാൻ ജസ്റ്റ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുമ്പോൾ ടൈം ഫ്രെയിംസ് നമ്മൾ നോക്കണം. ഹയർ ടൈം ഫ്രെയിംസിൽ നിന്നും ലോവർ ടൈം ഫ്രെയിംസിലേക്ക് പോയിട്ട് ഓരോ ഡീറ്റെയിൽ ബൈ ഡീറ്റെയിൽ വേണം നമ്മൾ അനലൈസ് ചെയ്ത് അതിപ്പോ ബുള്ളിഷ് ആകുമോ ബെയറിഷ് ആകുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. മന്ത്ലി ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടിൽ ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാം ബുള്ളിഷ് തന്നെയാണ്. ഇപ്പോഴത്തെ ലാസ്റ്റത്തെ 1 മന്ത് അല്ലെങ്കിൽ ലാസ്റ്റത്തെ 2 വീക്സ് കൊണ്ട് മാർക്കറ്റ് ഡൗൺ സ്ട്രക്ചർ ആണ് എന്ന് വെച്ചുകൊണ്ട് ബാങ്ക് നിഫ്റ്റി മൊത്തത്തിൽ ഡൗൺവേർഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മന്ത്ലി ചാർട്ടിൽ ഇപ്പൊ കുഴപ്പമില്ല. നമുക്ക് വീക്ക്ലി ചാർട്ട് നോക്കുമ്പോൾ ലാസ്റ്റ് ആയിട്ട് മീൻസ് ബാങ്ക് നിഫ്റ്റി പെർഫോം ചെയ്ത് വന്ന സോണിൽ നിന്നും ബാങ്ക് നിഫ്റ്റി റിവേഴ്സൽ കാണിക്കുന്ന ഏരിയ ആണ് ഇത്. ഈ ഒരു സോണിന് ഒന്ന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഇവിടെ ലാസ്റ്റ് ടൈം മാർക്കറ്റ് ബുള്ളിഷ് ആയത് തൊട്ട് മുമ്പ് ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നത്, ലിക്വിഡിറ്റി എടുത്തുകൊണ്ടാണ് മാർക്കറ്റ് ബുള്ളിഷ് ആയി പോയിരിക്കുന്നത്. ഈ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ഒരു സോണിലാണ് മാർക്കറ്റ് റിവേഴ്സൽ ആകാൻ കൂടുതൽ സാധ്യതയുള്ള സോൺ. ആ സോണിൽ നിന്ന് തന്നെ മാർക്കറ്റ് ഇപ്പോൾ വീക്ക്ലി ചാർട്ട് നോക്കിയാൽ റിവേഴ്സൽ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് വാലിഡ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഷോർട്ടർ ടൈം ഫ്രെയിമിലേക്ക് പോകണം. ഡെയിലി ടൈം ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ, ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താ കാണുന്നത്? നമ്മൾ ലാസ്റ്റ് ഈ പറയുന്ന സോണിൽ നിന്ന് മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ടുണ്ട്. ഇവിടെയായിരുന്നു ലാസ്റ്റത്തെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ടുള്ളത്. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടുന്നതിന്റെ കൂട്ടത്തിൽ എന്താ നമ്മൾ നോക്കേണ്ടത്? ഈ പറയുന്ന എവിടെ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സൽ ആവാൻ സാധ്യതയുള്ളത്. ഇപ്പൊ ഇവിടെ നമുക്ക് ഇതൊരു ഇൻഡ്യൂസ്മെന്റ് ആയിട്ട് കണക്കാക്കണമെങ്കിൽ കണക്കാക്കാം, അല്ലെങ്കിൽ ഇത് നോർമലി ഒരു എന്താ പറയാ ഇൻഡ്യൂസ്മെന്റ് അല്ല ആക്ച്വലി, സോറി. ഇത് നമുക്ക് നോക്കുമ്പോൾ ഫിബ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ലോയിൽ നിന്നും 50% താഴെയാണ് ഈ പറയുന്ന സോൺ വരുന്നത്. ഇത് കൺസിഡർ ചെയ്യാം. കൺസിഡർ ചെയ്താൽ തന്നെയും ഈ ഒരു സോണിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സൽ കാണിച്ചിട്ടുണ്ട്. ആഫ്റ്റർ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഒരു റിവേഴ്സൽ കാണിച്ചിട്ടുണ്ട്. എഗെയിൻ അത് വന്ന് തിരിച്ചു വീണ്ടും ആ ഒരു സോണെല്ലാം ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു. ഇപ്പോൾ വന്ന് നിന്ന് റിവേഴ്സൽ ആയിട്ടുള്ള സോൺ എന്ന് പറയുന്നത് ഈ ഒരു പ്രോപ്പർ ഓർഡർ ബ്ലോക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഇപ്പോൾ റിവേഴ്സലായി ഒന്ന് തിരിച്ച് താഴെ വന്ന് വീണ്ടും ടാപ്പ് ചെയ്ത് മാർക്കറ്റ് റിവേഴ്സൽ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഡെയിലി ടൈം ഫ്രെയിമിന്റെ കാര്യം പറയുന്നത്. ഷോർട്ടർ ടൈം ഫ്രെയിംസിലേക്ക് പോകുമ്പോൾ 1 അവറിലെ ടൈം ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ ഇത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു. 1 അവറിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു, കൺഫർമേഷൻ ആയി, വിച്ച് മീൻസ് ബുള്ളിഷ് ആയി എന്ന് നമുക്ക് പറയാം. ഒപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഒപ്പം നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡെക്സ് ചാർട്ടും കൂടെ ഫ്യൂച്ചേഴ്സ് ചാർട്ടും കൂടെ നോക്കണം. ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സ് ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിലും ഈ പറയുന്ന പോലെ ലിക്വിഡിറ്റി എടുത്ത് മാർക്കറ്റ് ഇവിടുത്തെ ഒരു ലോ, ഈക്വൽ ലോസ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല, ഈക്വൽ ലോസ് ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് തിരിച്ച് വീണ്ടും 1 അവർ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു. ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്ന് ക്ലോസിംഗ് കഴിഞ്ഞു, മാർക്കറ്റ് നിൽക്കുവാണ്. ഇത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ മാർക്കറ്റ് വേണമെങ്കിൽ ഈ സോണിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സലായി ഇവിടെ ഏകദേശം ഒരു ഫിബിന്റെ 50% എങ്കിലും വന്ന്, അല്ലെങ്കിൽ 60% വന്ന് കറക്ഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു പോകാനാണ് സാധ്യത. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിടപ്പുണ്ട്. അതും നമ്മൾ നോക്കണം. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് മാർക്കറ്റ് വന്നിട്ട് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിർബന്ധമില്ല. മാർക്കറ്റ് വേണമെങ്കിൽ ബുള്ളിഷ്, ഇപ്പോൾ അഗ്രസീവ് ബുള്ളിഷ് ആണെങ്കിൽ അത് നേരെ മുകളിലേക്ക് പോവുക തന്നെ ചെയ്യും. നമുക്കൊരു ട്രേഡ് പ്ലാൻ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും നമുക്ക് പ്രോബബിലിറ്റീസ് നമ്മൾ നോക്കണം. പ്രോബബിലിറ്റീസ് നോക്കി അവിടെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ റിയാക്ഷൻ നോക്കിയതിന് ശേഷം ഷോർട്ടർ ടൈം ഫ്രെയിംസിൽ അത് ബുള്ളിഷ് ആകുന്നുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും സേഫ്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ മാർക്കറ്റ് ഇവിടെ നിന്നും റിവേഴ്സിൽ വന്ന് ഈ ഒരു സോണിൽ മിറ്റിഗേറ്റ് ചെയ്ത് പോകാൻ സാധ്യത എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നും വേണമെങ്കിൽ ബുള്ളിഷും ആകാം, കാരണം ഓൾറെഡി ഇത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്ന് ബയേഴ്സിന്റെ ആക്ടിവിറ്റി കാണിച്ചിട്ടുണ്ട്. ഇത് മുകളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. എല്ലാം തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് ഫ്യൂച്ചേഴ്സിന്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് ബാങ്കുകൾ സെപ്പറേറ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ HDFC ബാങ്കിന് നോക്കിക്കഴിഞ്ഞാൽ, HDFC ബാങ്കിന്റെ ചാർട്ട് എടുത്താൽ, വീക്ക്ലി ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ HDFC ബാങ്ക് ഈ പറയുന്ന ഒരു സോൺ ഉണ്ടായിരുന്നു, ഒരു റേഞ്ച് ഉണ്ടായിരുന്ന ഏരിയ ആണ്, റെസിസ്റ്റൻസ് ഉണ്ടായിരുന്ന ഒരു ഏരിയ ആണ് ഈ ഏരിയ. ഈ ഏരിയയെ ഓൾമോസ്റ്റ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. നേരത്തെ വിക്ക് കൊണ്ട് ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് തിരിച്ചു വന്നു, വീണ്ടും ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. 1 അവർ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 1 അവർ ചാർട്ടിൽ മാർക്കറ്റ് ഈ ഒരു ബുള്ളിഷ് വന്ന് മാർക്കറ്റ്
1 അവർ ചാർട്ടിൽ ബുള്ളിഷായി വന്ന് ഏകദേശം ലാസ്റ്റ് ഉണ്ടാക്കിയ ഹൈ എന്ന് പറയുന്നത് ഇവിടെയാണ്. സോ ഈ ലാസ്റ്റ് ഉണ്ടാക്കിയ ഹൈയുടെ ലോ എന്ന് പറയുന്നത് ഈ ലോ ആണ്, വിച്ച് മീൻസ് മാർക്കറ്റ് ബേറിഷ് ട്രെൻഡ് ആണ് HDFC ബാങ്കിന്റെ ചാർട്ടിൽ കാണിക്കുന്നത് 1 അവർ ചാർട്ടിൽ. സോ ഇത് ബുള്ളിഷ് ആകണമെങ്കിൽ HDFC ബാങ്ക് എക്സ്പെക്ടിങ് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്ടിങ് ഏകദേശം 1780-85 എന്ന് പറയുന്ന സോണ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ HDFC ബാങ്ക് അഗ്രസീവ് ബുള്ളിഷ് ആണെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ആ സമയത്ത് തന്നെ ബാങ്ക് നിഫ്റ്റി പറയുന്ന പോലെ നമ്മൾ ഉദ്ദേശിച്ച സോണിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ബുള്ളിഷ് ട്രെൻഡ് നമ്മൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ ICICI ബാങ്കിന്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ICICI ബാങ്ക് വീക്ക്ലി ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ലാസ്റ്റ് ഉണ്ടായിരിക്കുന്ന പുഷിന്റെ 50% വന്നു പോയി തിരിച്ച് വീണ്ടും അതേ 50% വന്നിട്ട് 50-60% വന്നിട്ട് മാർക്കറ്റ് റിവേഴ്സൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി ടൈം ഫ്രെയിംസിൽ വരുമ്പോൾ ഇതൊരു എന്താ പറയുക ബുള്ളിഷ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ടില്ല. 1 അവർ ടൈം ഫ്രെയിമിൽ വരുമ്പോൾ 1 അവറിൽ ഏകദേശം ലാസ്റ്റ് ഉണ്ടായിരിക്കുന്ന ഹൈ എന്ന് പറയുന്നത് ഇതാണ്. സോ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ICICI ബുള്ളിഷ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ICICI ബുള്ളിഷ് ആവുകയും HDFC ബുള്ളിഷ് ആവുകയും രണ്ടാണ് ഏറ്റവും പ്രധാനമായിട്ട് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. സോ വെയിറ്റേജ് സ്റ്റോക്സ് എന്ന് പറയാം. സോ ഈ രണ്ട് സ്റ്റോക്സും ബുള്ളിഷ് ആകുന്നതിനോടൊപ്പം ബാങ്ക് നിഫ്റ്റി നമ്മൾ ഉദ്ദേശിച്ച ആ സോണിലേക്ക് വന്നാൽ ആ സമയത്ത് ഷോർട്ടർ ടൈം ഫ്രെയിമിൽ ബുള്ളിഷ് വ്യൂ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രോപ്പർ ട്രേഡ്സ് വന്നതിന് ശേഷം മാത്രം ട്രേഡ്സിലേക്ക് എൻ്റർ ആവുക. നമ്മളുടെ അനാലിസിസിനനുസരിച്ച് മാർക്കറ്റ് എത്തുന്നതിന് ശേഷം മാത്രം നമ്മൾ ട്രേഡിലേക്ക് എൻട്രി ആവുക. അനാവശ്യമായിട്ടുള്ള ഒരു എന്താ പറയുക അഗ്രസീവ്നെസ് കാണിച്ച് കൂടുതൽ ക്യാപിറ്റൽ ലോസിലേക്ക് പോവാതിരിക്കുക. നോ ട്രേഡ് ഈസ് ഓൾസോ ട്രേഡ് എന്ന് പറയാം. അതായത് നമ്മളൊരു ട്രേഡ് ചെയ്തില്ലെങ്കിലും നമ്മുടെ ക്യാപിറ്റൽ ഇവിടെ പ്രൊട്ടക്റ്റഡ് ആണ്. നമുക്ക് കൺഫർമേഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ ഉറപ്പില്ലാത്ത ഒരു ട്രേഡ് ചെയ്യുന്നത് പോലും നമ്മുടെ ലോസിലേക്ക് കൂടുതൽ നമ്മളെ ഗൈഡ് ചെയ്യുകയും അത് കൂടുതൽ ലോസ് നമ്മുടെ ക്യാപിറ്റലിനെ കുറയ്ക്കുകയും ചെയ്യും. സോ എപ്പോഴും പ്രോപ്പർ റിസ്ക് റിവാർഡ് ഉണ്ടാവുക, പ്രോപ്പർ ട്രേഡ് പ്ലാൻ ഉണ്ടാവുക, പ്രോപ്പർ എന്താ പറയുക ക്യാപിറ്റൽ മാനേജ്മെന്റ് ഉണ്ടാവുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കൺസിസ്റ്റൻസി ഉണ്ടാവുക, ഡിസിപ്ലിൻ ഉണ്ടാവുക. ഒരുപാട് കാര്യങ്ങൾ നോക്കണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഓപ്ഷൻസിൽ പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. എന്നാലും ഓപ്ഷൻസിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ഇതിലേക്ക് മാറാൻ പറ്റുള്ളൂ, പ്രോഫിറ്റബിൾ ട്രേഡർ എന്നുള്ള രീതിയിലേക്ക് മാറാൻ പറ്റത്തുള്ളൂ. സോ ഇതാണ് ബാങ്കുകളുടെ ചാർട്ടും ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ട്സ് വെച്ച് ഞാൻ പറഞ്ഞ കാര്യം. ഇനി നമുക്ക് ജസ്റ്റ് നിഫ്റ്റിയും കൂടെ നോക്കാം. നിഫ്റ്റിയുടെ കേസിൽ നിഫ്റ്റിയുടെ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റത്തെ വീക്ക്ലി ചാർട്ട് എടുത്താൽ നിഫ്റ്റി ഈ ഒരു സോണിൽ നിന്നും റിവേഴ്സൽ ആയിട്ടുണ്ട്. പക്ഷേ വീക്ക്ലി ചാർട്ട് മാത്രം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഷോർട്ടർ ടൈം ഫ്രെയിമിൽ വരുമ്പോൾ ഡെയിലി ക്യാൻഡിൽ ഒരു റിവേഴ്സൽ കാണിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. പ്രോപ്പർ റിവേഴ്സൽ ആയോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലാന്ന് തന്നെ പറയും. എന്നെ സംബന്ധിച്ചിടത്തോളം ഹയർ ടൈം ഫ്രെയിംസിൽ ഈ ഒരു സോണെങ്കിലും ബ്രേക്ക് ആയാൽ മാത്രമേ നിഫ്റ്റി ഒരു പ്രോപ്പർ ബുള്ളിഷ് ആയി എന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പോഴും നിഫ്റ്റിയിൽ പല സ്റ്റോക്സും താഴേക്കുള്ള ഡയമെൻഷൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ എപ്പോൾ വേണമെങ്കിലും നിഫ്റ്റി താഴേക്ക് വരാം, അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടിയും എന്താ പറയുക ഒരു കറക്ഷൻ കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോകാം. നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. നിലവിൽ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ദിവസം മാർക്കറ്റ് ബുള്ളിഷ് ആയിരുന്നു എന്നുള്ളത് മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സോ നിഫ്റ്റിയിൽ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുമ്പോൾ എപ്പോഴും പ്രോപ്പർ അനാലിസിസ് എടുത്ത് ഷോർട്ടർ ടൈം ഫ്രെയിംസിൽ അത് മിനിമം 50 മിനിറ്റ്സ് എങ്കിലും, 30 മിനിറ്റ്സ് ആണ് ഞാൻ നോക്കാറ്, 30 മിനിറ്റ്സ് എങ്കിലും ഒരു കൺഫർമേഷൻ തന്നിട്ട് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നതാവും എപ്പോഴും സേഫ്. സോ ഞാനിപ്പോൾ ഇതിലിപ്പോൾ ഡെയിലി ചാർട്ടിൽ ബുള്ളിഷ് കാണിച്ചു. ഓക്കെ, നമുക്ക് 1 അവർ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ 1 അവർ ചാർട്ട് ലാസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ലോ എന്ന് പറയുന്നത്, ഒരു മിനിറ്റ്, ലാസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ലോ ഇതായിരുന്നു. ലാസ്റ്റ് ഉണ്ടാക്കിയ ലോയുടെ ഹൈ എന്ന് പറയുന്നത് ഇവിടെയാണ്. സോ ആ ഹൈനെ മാർക്കറ്റ് ക്ലോസ് ചെയ്തു, ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തു. 1 അവർ ചാർട്ടിൽ നിഫ്റ്റി ബുള്ളിഷ് കാണിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മളിപ്പോഴും കൺഫർമേഷൻ ആവാത്തതുകൊണ്ട് തന്നെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 1-2 ദിവസം വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല. ചിലപ്പോൾ ഒരു 10, 200, 300 പോയിന്റ് നമുക്ക് മിസ് ഔട്ട് ചെയ്യും. പേടിക്കണ്ട, അത് കഴിഞ്ഞുള്ള ബാക്കിയുള്ള റാലി ക്യാച്ച് ചെയ്താലും മതി. സോ പ്രോപ്പർ എൻട്രി വരുന്ന സമയത്ത് നിഫ്റ്റി ഷോർട്ടർ ടൈം ഫ്രെയിംസിൽ പ്രോപ്പറായിട്ട് ഫെയർ വാല്യൂ ഗ്യാപ്പ് മിറ്റിഗേറ്റ് ചെയ്ത് ഓർഡർ ബ്ലോക്കിൽ വന്ന് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് നിന്ന് പുഷ് ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് അപ്പോൾ എൻട്രി എടുക്കുന്നതാവും. സോ നിഫ്റ്റിയുടെയും ഫ്യൂച്ചേഴ്സിന്റെ കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഫ്യൂച്ചേഴ്സും ബുള്ളിഷ് ആയിട്ട് കാണിക്കുന്നുണ്ട്. 1 അവർ ചാർട്ടിൽ ബുള്ളിഷ് ആയിട്ടുണ്ട്. ബട്ട് 4 അവറിൽ നോക്കിക്കഴിഞ്ഞാൽ ആയോ എന്ന് വെച്ചാൽ ഇല്ലാന്ന് ഞാൻ പറയും. പ്രോപ്പർ ഒരു ബുള്ളിഷ് ആയെന്ന് വെച്ചാൽ ഇല്ലാന്ന് പറയും. സോ 1 അവർ ചാർട്ടിൽ ബുള്ളിഷ് ആയി കഴിഞ്ഞാൽ 15-ഉം 13-ഉം 12-ഉം 5-ഉം 10-ഉം എല്ലാം ബുള്ളിഷ് ആയി നടത്തും. സോ ബുള്ളിഷ് ആയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ കറക്ഷൻ പെൻഡിങ് ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും ബുള്ളിഷ് ആകാനാവും സാധ്യത. സോ അതുകൊണ്ട് ഈ പറയുന്ന അനാലിസിസിൽ നിഫ്റ്റിയിൽ ഇപ്പൊ ഞാൻ പ്രോപ്പർ ലെവൽസ് ഒന്നും പറയുന്നില്ല. ബാങ്ക് നിഫ്റ്റി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ ഇൻഡെക്സും ഫ്യൂച്ചേഴ്സും ബുള്ളിഷായി കാണിക്കുന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന ചേഞ്ച് ഓഫ് ക്യാരക്ടർ നടന്നതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി ഏകദേശം ഈ ഒരു സോൺ, എക്സ്പെക്റ്റഡ് സോൺ ഇതാണ്.
ഏകദേശം ഈ ഒരു സോണിലേക്ക് മാർക്കറ്റ് വന്ന് തിരിച്ച് ഒരു റിവേഴ്സൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു സോണിലേക്ക് വന്ന് കറക്ഷൻ കഴിഞ്ഞ് പോകാനാണ് സാധ്യത. കറക്ഷൻ കഴിയണം എന്നുള്ള നിർബന്ധമില്ല. ചിലപ്പോൾ മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് പോകാനും സാധ്യതയുണ്ട്. നിഫ്റ്റി ബുള്ളിഷ് ആയി കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയും ഒപ്പം ബുള്ളിഷ് ആവാനുള്ള സാധ്യതകളുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് എങ്ങനെയാണ് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ്സ് പ്ലാൻ ചെയ്യുക. ബെയറിഷ് ആണോ ബുള്ളിഷ് ആണെന്ന് ചോദിച്ചാൽ ഹയർ ടൈം ഫ്രെയിംസിൽ ബെയറിഷും ഷോർട്ടർ ടൈം ഫ്രെയിംസിൽ ബുള്ളിഷും ആണ്. സോ വെയിറ്റ് ഫോർ ദ പ്രോപ്പർ ഡയമെൻഷൻ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള മാർക്കറ്റിന്റെ സ്ട്രക്ചർ ഒന്ന് ക്ലിയർ ആയതിനു ശേഷം ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ്സ് എടുക്കാം. ഓക്കെ, സോ താങ്ക്സ് ഫോർ ടുഡേ. ഇന്നത്തെ ഈ പറയുന്ന ലെവൽസ് ജസ്റ്റ് ഒന്ന് എഡ്യൂക്കേഷണൽ പർപ്പസിനാണ്. ഒരിക്കലും നിങ്ങൾ ഇത് കണ്ടുകൊണ്ട് നാളെ അവിടെ വന്ന ഉടനെ ചാടിക്കറി എടുക്കണം എന്നല്ല. കാരണം ഒരു ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് ഷോർട്ടർ ടൈം ഫ്രെയിംസിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ പ്രോപ്പറായിട്ട് ക്ലാസ് കിട്ടണം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിരിക്കണം. ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടിട്ട് നാളെ അവിടെ വരുമ്പോൾ ട്രേഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ബുദ്ധിമുട്ടാവും. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ അവിടെ ഒരുപാട് ഒരു 5-6 കൺഫർമേഷൻസ് എടുത്തിട്ടായിരിക്കും അവിടെ ട്രേഡ് എടുക്കുക. അത് മാത്രമല്ല പ്രോപ്പർ റിസ്ക് റിവാർഡ് ഉണ്ടാവും. സോ ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ട്രേഡ്സ് എടുക്കുക. ഇത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു സ്റ്റഡീസ് വെച്ച് ഞാൻ പറഞ്ഞു തന്നുള്ളൂ. നിങ്ങൾക്ക് ഇത് അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു.